ഹായ് ഗായ്സ്, അപ്പം നമുക്കിന്ന് അമ്പലത്തിൽ പോവാവേ. മഴയൊക്കെ ആയതുകൊണ്ട് കുടയൊക്കെ ചൂടി നമ്മളിങ്ങനെ പോവാണ്. പിന്നെ എൻ്റെ കയ്യിൽ പോണ വഴിക്ക് അച്ഛനെ കൊടുക്കാനുള്ള കോഫി ഉണ്ട് ഗൈസ്. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലാട്ടോ പോണേ, അമ്മയും ചേച്ചിയൊക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഓരോ കുടയൊക്കെ പിടിച്ച് ഓരോ കഥയൊക്കെ പറഞ്ഞിങ്ങനെ നടക്കാണ്. മഴയായതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ നനഞ്ഞു ഗൈസ്. പിന്നെ കടയെത്തിയപ്പോൾ ഞാൻ ഓടിപ്പോയി അച്ഛന് കോഫിയൊക്കെ കൊടുത്തിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്താറായിട്ടോ. അതെ, ചീരങ്ങൾ അമ്പലത്തിലേക്കാട്ടോ വന്നേക്കണേ. ഇന്നാണെങ്കിൽ ഈ അമ്പലത്തിൽ പ്രതിഷ്ഠ അതിനാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഐസ്ക്രീം വണ്ടികളും വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആനയെത്തിണ്ട് കേട്ടാ. ചുറ്റുകളൊക്കെ എഴുന്നള്ളിപ്പൊക്കെ ഉണ്ടേ. അങ്ങനെ ഞങ്ങൾ തൊഴുതിട്ട് താഴത്തേക്കാവയ്ക്ക് പോകുമ്പോഴത്തേനും മഴ നന്നായി വീണ്ടും കൂടിയിട്ടാ. അങ്ങനെ അവിടെയും തൊഴുത് പിന്നെ ചുറ്റുവിളക്കായതുകൊണ്ട് അവിടെ ഇങ്ങനെ വിളക്ക് കത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 2-3 തിരിയൊക്കെ കത്തിച്ചു. കാറ്റും മഴയും കാരണം ഇത് കത്തണമില്ല, കത്തിച്ചേച്ച് കെടുകയും ചെയ്യായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ കുറച്ച് കത്തിച്ചിട്ട് ഞങ്ങൾ പോന്നു. പക്ഷെ ഇതിങ്ങനെ ഫുള്ള് കത്തിച്ചിട്ടാണ് ഒരു പ്രത്യേക രസം തന്നെയാട്ടാ. മഴയും കൂടെ ആയപ്പോൾ പിന്നെ പറയേണ്ട ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു. ആ ചെറിയൊരു തണുപ്പും പിന്നെ ഈ വിളക്കോള് കത്തിക്കണതും ഒക്കെ കാണാൻ അടിപൊളിയാണ്. കണ്ടിട്ട് ഞങ്ങൾ പോയി കുറിയൊക്കെ തൊട്ടുട്ടാ. അപ്പത്തിന് അവിടെ കൊട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായി. പിന്നെ ഭഗവതിയുടെ അവിടെയും കുറച്ച് വിളക്കൊക്കെ കത്തിക്കണ്ടായിരുന്നു. അതും കൂടി കത്തിച്ചപ്പോൾ നല്ല രസമായിട്ടാ. ഞങ്ങൾ പിന്നെ ഒന്നും കൂടി തൊഴുതിട്ട് ഇറങ്ങി. ആനയുടെ എഴുന്നള്ളിപ്പൊക്കെ കാണുമെന്ന് വിചാരിച്ചാട്ടാ. പിന്നെ അടുത്ത മഴയ്ക്ക് പിന്നെ വീട്ടിലെത്താലോ എന്ന് ആലോചിച്ചപ്പോൾ വേഗം ഇറങ്ങി. പോണ വഴിക്ക് അച്ഛൻ്റെ കടയിലും കയറിയിട്ടാ. വേറെ ഒന്നിനല്ല, മാഗി എടുക്കാൻ വേണ്ടി കയറിയതാ. അപ്പം അതാ ചേച്ചി വന്നിട്ട് അവൾക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവിടെ നിന്നാൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം വിട്ടുപോയി. അപ്പം അത്രേ ഉള്ളൂ, ബായ്.